ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. സാറിന്റെ 9 കഥകൾ അതിന്റെ സമാഹാരം ചലച്ചിത്ര ഭാഷയിലൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ചിലതിനെ കാണുകയുമൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കും. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 12 കഥാപാത്രങ്ങൾ. അവസാനമുള്ള ഈ ഓളവും തീരും അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി കടപ്പാടും ഉള്ള ആളാണ്. ഒരു ആക്ടറിന്, ഒരു നടന് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. ഓളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, സാറിന്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ്. 50 വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ പി എൻ മേനോൻ സാറാണ്. അതുവരെ മദ്രാസികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം കൂടിയാണ് ഓളവും തീരവും. മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു തുല്യനും തുല്യനുമായ വ്യക്തിയാണ്. സാറിന്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നത്. പി എൻ മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹമാണ് വലിയ വലിയ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എന്റെ മുഖം ധരിച്ച് നാടുകളിലേക്ക് എത്തിയത്. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഏതാണ്ട് 40-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിന്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഓളവും തീരവും എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിന്റെ തിരക്കഥയിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം മാറിപ്പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം സാറിനോട് സംസാരിക്കുകയും. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ചതാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷമാണ് ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമായ ബറോസ് രീതിയുടെ ഛായാഗ്രാഹകൻ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓളവും തീരവും. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രം എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങൾ എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് പ്രേക്ഷകർ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കണ്ടു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം
പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത്. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളാണ്. അതിന്റെ പ്രിയം, സന്തോഷം, സാമൂഹ്യം എല്ലാം ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 2 ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. സേഫായിട്ട് ശരികമയ്ക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക്, ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക്, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സാധനം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.